ഒളിച്ചോട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ദേവന്റെ ഒളിച്ചോട്ടമായാലോ? തൃപ്രയാർ തേവർ ഒളിച്ചോടിയത്രേ. ഞെട്ടിയോ? സർവശക്തൻ, മര്യാദാപുരുഷോത്തമൻ എന്നെല്ലാം ഭാരതീയർ വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ഒളിച്ചോടിയത്രേ. വാനരന്മാരെ സംഘടിപ്പിച്ച് അനുചരന്മാരാക്കിയ 100 യോജന വിസ്തൃതിയുള്ള സമുദ്രം ചിറകെട്ടി കടന്ന ലോകം കീഴടക്കിയ ദശമുഖ രാവണൻ അടക്കമുള്ള അധർമ്മികളെ നിഗ്രഹിച്ച ശ്രീരാമചന്ദ്രനെ പറ്റി തന്നെയാണോ ഈ പറയുന്നത്? അത് നുണയാകാൻ സാധ്യതയുണ്ട്. സംഗതി സത്യമാണ്. ആരെ പേടിച്ചിട്ടാണെന്നല്ലേ? എല്ലാം വഴിയെ പറയാം. കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ അധീനത്തിലുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം നാട്ടിക പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആറാട്ടുപുഴ ദേവമേളയുടെ ഭാഗമായിട്ടുള്ള മകയിരം പുറപ്പാട് മുതൽ എണ്ണിയാൽ 5ാമത്തെ ദിവസമാണ് തൃപ്രയാറപ്പൻ തീവ്രാനദി കടന്ന് കിഴക്കേ കരയിലെത്തുന്നത്. ഊരായ്മ ഇല്ലങ്ങളായ ചേലൂർ, പുന്നപ്പിള്ളി, ജ്ഞാനപ്പിള്ളി എന്നീ മനകളിലേക്കാണ് ഈ യാത്ര. ചേലൂർ മനയിലെ പറയെടുപ്പ് കഴിഞ്ഞ് പുന്നപ്പിള്ളി മനയിൽ എത്തുന്ന തേവർ അവിടുത്തെ ചടങ്ങുകളെല്ലാം തീർത്തതിനു ശേഷം അവിടെ നിന്ന് നേരെ മുറ്റിച്ചൂർ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. പരമ്പരാഗത പാതകളിലൂടെയാണ് തേവരുടെ ഗ്രാമപ്രദക്ഷിണം നടക്കുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും വീട്ടുമുറ്റം, ചിലയിടങ്ങളിൽ കുണ്ടും കുഴിയും നിറഞ്ഞ തരിശു കിടക്കുന്ന പാടങ്ങൾ, മറ്റു ചിലപ്പോൾ റോഡ് എന്നിങ്ങനെ പണ്ട് സഞ്ചരിച്ച പാതകൾ തന്നെ അഥവാ ഗ്രാമവീഥികളാണ് തൃപ്രയാർ തേവരുടെ യാത്രാപഥങ്ങൾ. തൃപ്രയാർ തേവരുടെ യാത്രാപഥങ്ങളെ രാമവീഥികൾ എന്നാണ് ചില്ലറക്കാരും വിശേഷിപ്പിക്കുന്നത്. പുന്നപ്പിള്ളി മനയിൽ നിന്നും പിന്നെ തേവർ പോകുന്നത് അന്യം നിന്നുപോയ കൊണഞ്ചേരി മനയുടെ പറമ്പിലേക്കാണ്. 2019 നവംബർ 3 അവിടെ ബാക്കിയായിരുന്ന മുല്ലത്തറയിലെ ദേവിയെയും പരിവാരങ്ങളെയും പുന്നപ്പിള്ളി മനയിലേക്ക് ആവാഹിച്ച് കൊണ്ടുപോയതിനു ശേഷം 2024 ഗ്രാമപ്രദക്ഷിണത്തിനും തേവർ പാടവും തോടും കയറ്റിറക്കങ്ങളും കുണ്ടും കുഴിയുമെല്ലാം താണ്ടി ഈ സ്ഥലത്ത് വന്നിരുന്നു. എന്നാൽ 2025 മുതൽ ചെമ്മാപ്പിള്ളി മുറ്റിച്ചൂർ റോഡിലൂടെ ആക്കി ഈ ഗ്രാമപ്രദക്ഷിണം. ഭക്തി നിർഭരമായൊരു ചടങ്ങാണ്. കുറച്ച് നെല്ലും ഒരു മുറി നാളികേരവും തൃപ്രയാറപ്പൻ ആനേശ്വരത്തപ്പനിൽ നിന്നും കടം വാങ്ങിയിരുന്നു അത്രേ. തിരിച്ചു കൊടുക്കുന്നതിന് ആനേശ്വരത്തപ്പൻ ഒരു നിബന്ധന വെച്ചു. തിരികെ നൽകുന്നത് തൈ നട്ട് അന്നു തന്നെ ഉണ്ടായി വിളഞ്ഞ് പാകമായ തേങ്ങയും നെല്ലുമാണ് നൽകേണ്ടത്. ആനേശ്വരത്തപ്പൻ പറഞ്ഞ അതേ രീതിയിൽ കടം വീട്ടുവാൻ തൃപ്രയാറപ്പന് സാധിക്കാതെയല്ല. പക്ഷേ കടം വീട്ടുന്ന നാളിൽ ലോകാവസാനം സംഭവിക്കുമത്രേ. ആയതിനാൽ പ്രജാഹിതത്തിനും ലോക നന്മയ്ക്കുമായി കടം വാങ്ങിയവനെന്ന പേര് സ്വയം പേറുകയാണ് തൃപ്രയാറപ്പൻ. കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു ബി ക്ലാസ് ക്ഷേത്രമാണ് ആനേശ്വരം മഹാദേവ ക്ഷേത്രം. താന്യം പഞ്ചായത്തിൽ വടക്കുമുറി വില്ലേജിൽ ചെമ്മാപ്പിള്ളി മുറ്റിച്ചൂർ റോഡിൻ്റെ കിഴക്കുഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടു പിന്നിലാണ് ലങ്കയിലേക്ക് ശ്രീരാമചന്ദ്രനും വാനരസൈന്യവും കൂടി ചിറകെട്ടിയതിൻ്റെ ഓർമ്മ പുതുക്കി തൃപ്രയാറപ്പൻ എല്ലാ വർഷവും ചിറകെട്ടുന്ന ശ്രീരാമൻ ചിറ. ഈ അപൂർവ ചടങ്ങ് നടക്കുന്ന ഒരേ ഒരിടവും ശ്രീരാമൻ ചിറ തന്നെയാണ്. പടിഞ്ഞാറോട്ട് മുഖമായിട്ടുള്ള ആനേശ്വരം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ തിരുനടയിൽ ഒരു വിളക്കും തെളിയിച്ച് ഇതുവഴി വരുന്ന തൃപ്രയാർ തേവരെ കാത്ത് ആനേശ്വരത്തപ്പൻ കണ്ണിമ ചിമ്മാതെ ഇരിക്കുമത്രേ. പുന്നപ്പിള്ളി മനയിലെ ആഘോഷമെല്ലാം കഴിഞ്ഞ് വാദ്യമേളങ്ങളോടെ ഓലക്കുടയും ചൂടി വരുന്ന തേവരുടെ രാത്രിയിലെ ആ വരവൊന്ന് കാണുവാൻ എപ്പോഴെങ്കിലും ശ്രമിക്കണേ പ്രിയപ്പെട്ടവരെ. ആനേശ്വരത്തോടടുക്കുമ്പോൾ ഉടൻ തന്നെ വാദ്യമേളങ്ങൾ നിർത്തും. ആനച്ചങ്ങലയുടെ കിലുക്കം കേൾക്കാതിരിക്കുവാൻ അവ അഴിച്ചു മാറ്റും. കുടമണികൾ പൊത്തും, തീവെട്ടികൾ മറയ്ക്കും. ഒപ്പമുള്ളവർ നിശബ്ദത പാലിക്കും. എന്നിട്ട് ആനേശ്വരം ക്ഷേത്രനട കടക്കും. കാലാന്തരത്തിൽ ഇപ്പറഞ്ഞ മുൻകരുതലുകളിൽ ശ്രദ്ധയോടെയുള്ള പലതും ഇല്ലാതെയായിട്ടുണ്ട്. എങ്കിലും ഈ ചടങ്ങിൻ്റെ ഗാംഭീര്യം നിലനിർത്തിക്കൊണ്ടു തന്നെയാണ് ആനേശ്വരത്തെ തൃപ്രയാറപ്പൻ്റെ ഒളിച്ചോടൽ. തൃപ്രയാർ തേവരുടെ തിടമ്പേന്തിയ ആന ക്ഷേത്രനട കടന്നാൽ ഉടനെ ചെണ്ടയും ചേങ്ങിലയും എല്ലാം ഉറക്കെ ശബ്ദിച്ചു തുടങ്ങും. അതോടെ തേവരെ അനുഗമിക്കുന്ന ഭക്തരുടെ ആർപ്പുവിളികൾ അന്തരീക്ഷത്തിൽ അലയടിക്കും. പറ്റിച്ചേ പറ്റിച്ചേ എന്ന കളിയാക്കൽ തന്നെയാണത്. മുന്നോട്ടു പോയ തേവരെ മനഃപൂർവ്വം പിൻവിളി വിളിക്കാതെ അടുത്ത വർഷം പിടികൂടാമെന്ന മട്ടിൽ ആനേശ്വരത്തപ്പൻ പതിയെ പിൻവാങ്ങും. പഴയകാലത്തെ കാരണവന്മാർ പറയാറുണ്ടല്ലോ, യാത്ര പോകുമ്പോൾ പിന്നിൽ നിന്നും വിളിക്കരുതെന്ന്. അങ്ങനെ ഒരു ആചാരമാണ് ആനേശ്വരത്തപ്പനും പിന്തുടർന്നത്. ഒരു കാലത്ത് ആനേശ്വരൻ ക്ഷേത്രം അതിസമ്പന്നമായിരുന്നുവെന്നും തൃപ്രയാർ ക്ഷേത്രാധികാരികൾ അന്ന് എന്തോ കടം വാങ്ങിയിരുന്നുവെന്നും ഊഹിക്കാവുന്നതാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മനഃപൂർവ്വം കടം വീട്ടാതെ തേവരും
തന്നെ പറ്റിച്ചതറിഞ്ഞിട്ടും കടം തിരികെ ചോദിക്കാതെ ആനേശ്വരത്തപ്പനും നാട്ടുകാരെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആനേശ്വരത്തപ്പൻ്റെ കാത്തിരിപ്പ് 1 വർഷം കൂടി നീണ്ടുപോയി എന്ന് നമുക്ക് പറയാം. ക്ഷേമ തൽപരരായ 2 ദേവന്മാർ കിട്ടാക്കടത്തെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ കഥയും കാര്യവുമെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഇതെല്ലാം വേണ്ടപ്പെട്ടവർക്ക് അയച്ചു നൽകുക. തൃപ്രയാറപ്പൻ്റെ ആചാരസമൃദ്ധമായ ഗ്രാമപ്രദക്ഷിണത്തിൻ്റെ കഥകൾ നമുക്ക് ഇനിയും കേൾക്കാം. അവയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ചില്ലറ കാര്യം ഇവിടെ നിർത്തുന്നു. നന്ദി.